നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chamat. വാർത്തകൾ വിശദമായി. താനൂരിൽ വേഷം മാറിയെത്തിയ പോലീസ് വാഴത്തോട്ടത്തിൽ നിന്നും വൻ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി. തെയ്യാല ഓമച്ചപ്പുഴ റോഡിൽ വാഴത്തോട്ടത്തിൽ സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരമാണ് താനൂർ പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ 60-കാരൻ കുണ്ടിൽ വീട്ടിൽ മൊയ്തീൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഴത്തോട്ടത്തിൽ നിന്നും 2 പ്ലാസ്റ്റിക് ചാക്കുകളായി സൂക്ഷിച്ച 1500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടികൂടിയത്. താനൂരിൽ പോലീസിന്റെ ലഹരിവേട്ട തുടരുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി നിരോധിത പുകയില ഉൽപ്പന്നമാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം തെയ്യാല ഓമച്ചപ്പുഴ റോഡിൽ നിന്നും 2 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ആരംഭിച്ച 50 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന കർശനമാക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പോലീസ് പിടികൂടിയത്. മാന്യമായിട്ട് ഞാൻ പറഞ്ഞു എന്താ വിചാരിച്ചു ഒരു വിളവന് ഞങ്ങൾ വെറും പൊട്ടിക്കാത്ത ചാക്ക പൊട്ടിച്ചെടുക്ക്. എന്നാ ബാക്കി അപ്പൊ ഇപ്പൊ പൊട്ടിച്ചെടുത്ത ബാക്കി ഇത് ഞാൻ ഒള്ളു പൊത്ത് കയറും. പോലീസിനെ വരുത്തൂല പൊട്ടിച്ചെടുത്തോ ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എടുത്തോ ബാക്കി മാന്തി അതിനുള്ള ഇറങ്ങി എടുത്തോ, ഉള്ളെടുത്തോ. താനൂർ എസ് ഐ സുജിത്ത്, ഡാൻസ് ഓഫ് എസ് ഐ പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് തെയ്യാല ഓമച്ചപ്പ റോഡിന് സമീപം വാഴത്തോട്ടത്തിൽ സൂക്ഷിച്ച നിലയിൽ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടിയത്. വാഴത്തോട്ടത്തിൽ നിന്നും 2 പ്ലാസ്റ്റിക് ചാക്കുകളായി സൂക്ഷിച്ച 1500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. സംഭവത്തിൽ വിൽപ്പനക്കാരനായ കോറോട് കുണ്ടിനിൽ വീട്ടിൽ മൊയ്തീൻകുട്ടി എന്ന 60-കാരനെയും പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടിയിരുന്നു. ഇവിടേക്ക് ഉൽപ്പന്നം എത്തിക്കുന്നത് മൊയ്തീൻകുട്ടിയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വീടിന് സമീപത്തെ വാഴത്തോട്ടത്തിൽ നിന്നും 2 പ്ലാസ്റ്റിക് ചാക്കുകളായി സൂക്ഷിച്ച 1500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കടകളിൽ വിൽപ്പന നടത്തുന്നയാളാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇതിന് സമീപത്തു നിന്നായി 2 കിലോയ്ക്കടുത്ത് കഞ്ചാവ് ശേഖരവുമായി 2 പേരെ പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, താനൂർ.